വണ്ടിപ്പെരിയാറിൽ ഇന്നലെ രാത്രിയിലുണ്ടായ രണ്ട് വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 3 പേർക്ക് പരിക്കേറ്റു. 2 ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ഒരു യാത്രക്കാരിക്കുമാണ് പരിക്കേറ്റത്. ഇവരെ വണ്ടിപ്പെരിയാറിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടിപ്പെരിയാറിൽ ഇന്നലെ രാത്രിയുണ്ടായ രണ്ട് വ്യത്യസ്ത ഓട്ടോറിക്ഷ അപകടങ്ങളിൽ 3 പേർക്കാണ് പരിക്കേറ്റത്. രാത്രി 8 മണിയോടുകൂടി വണ്ടിപ്പെരിയാറിൽ നിന്നും കറുപ്പുപാലം HPC മൂലക്കയത്തിലേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷ കറുപ്പുപാലത്തിന് സമീപം എത്തിയപ്പോൾ തേയിലക്കാട്ടിൽ നിന്നും മ്ലാവ് കുറുകെ ചാടിയാണ് ഒരു അപകടം ഉണ്ടായത്. ഇതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ HBC സ്വദേശി മാരിമുത്തു 42, മൂലക്കയം സ്വദേശി കലൈവാണി 30 എന്നിവർക്കാണ് പരിക്കേറ്റത്. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റു. യാത്രക്കാരിയായിരുന്ന കലൈവാണിക്ക് കൈക്കും വയറിനുമാണ് പരിക്കേറ്റത്. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാഗത്ത് മ്ലാവ് വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറയുകയും ഡ്രൈവർ വാഹനത്തിൽ നിന്നും തെറിച്ച് റോഡിലേക്ക് വീഴുകയും ചെയ്തു. തുടർന്ന് പുറകെ വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇവരെ വണ്ടിപ്പെരിയാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ ഭാഗത്ത് മ്ലാവ് കുറുകെ ചാടി ഉണ്ടാകുന്ന മൂന്നാമത്തെ അപകടമാണ് ഇത്. ജോലി കഴിഞ്ഞ് കൊണ്ടുപോകാൻ സ്ഥിരം ഓട്ടം പൊക്കൊണ്ടിരിക്കുന്ന വഴിക്ക് അഞ്ചിക്കാട് കഴിഞ്ഞ് കറുപ്പായ ഭാഗത്ത് വന്നപ്പം മ്ലാവ് വന്ന് ഡ്രൈവറുടെ സീറ്റ് ആ ഭാഗത്തോട് ഇടിച്ച് തള്ളുമായിരുന്നു. അങ്ങനെ മറിഞ്ഞു പോയി. ഞാനിപ്പോൾ ഒരു കൊച്ചുകളാണ് വണ്ടിക്കകത്ത്. കൊച്ചിന് കുഴപ്പമില്ല, എനിക്ക് മാത്രമേ പരിക്ക്. ഇതോടൊപ്പമാണ് മറ്റൊരു അപകടം രാത്രി 11 മണിയോടുകൂടി ഉണ്ടായത്. വണ്ടിപ്പെരിയാറിൽ നിന്നും ചുരക്കുളം എസ്റ്റേറ്റിലേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷ ലോറി സ്റ്റാൻഡിന് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് റോഡിൽ തന്നെ തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ ചുരക്കുളം സ്വദേശിയായ ബൈജു 36 തലയ്ക്ക് പരിക്കേറ്റു. തുടർന്ന് ഇയാളെ വണ്ടിപ്പെരിയാറിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.